ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓവൻ ഇല്ലാതെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഈസി കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, ഒരു കപ്പ് മൈദ, 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സോൾട്ട്. ഇത്രയാണ് ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഈ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്, മുക്കാൽ കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കസ്റ്റാർഡ് പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സോൾട്ട്. ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിനി ചെറിയ ബൗളുകളിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിറയ്ക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ നമുക്കിത് എല്ലാ ബൗളിലോട്ടും ഒഴിക്കാം. എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നട്ട്സ് വേണമെങ്കിലും ഇടാവുന്നതാണ്. എല്ലാം തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 15 മിനിറ്റ് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റാം. എല്ലാം തന്നെ നമ്മളൊരു സ്റ്റീമറിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കത്തിച്ച് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്യാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളു വെന്തോ എന്നറിയാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ പപ്പടക്കുത്തിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇതിലൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വെടിവെച്ചെടുക്കാൻ പറ്റുള്ളൂ. തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.